നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് 2 ക്ലാസ് എക്കൈനോഡെർമേറ്റയുടെ 2 ക്ലാസ് കഴിഞ്ഞു. ഒന്ന് ക്രിനോയിഡിയ, പിന്നെ ആസ്ട്രോയിഡിയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ക്ലാസ്സാണ്, ഒഫൈറോയിഡിയ. ഇതിനകത്ത് വരുന്ന ഓർഗാനിസം ഒഫിയോത്രിക്സ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം ഒഫിറോയിഡയുടെ ആ ഒരു ക്ലാസ്സിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് ചുമ്മാ പറഞ്ഞു പോകാം, എന്നിട്ട് ഓരോന്നും പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പോൾ ആ പോയിൻ്റുകളൊക്കെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. ക്ലാസ് ഒഫിറോയിഡയ്ക്കകത്ത് വരുന്നത് ബ്രിട്ടിൽ സ്റ്റാർസ്, ബാസ്ക്കറ്റ് സ്റ്റാർസ് അല്ലെങ്കിൽ സർപ്പൻ സ്റ്റാർസ്, ഇതൊക്കെയാണ് ക്ലാസ് ഒഫിറോയിഡയ്ക്കകത്ത് വരുന്നത്. ഈ ക്ലാസ് ഫൈലം എക്കൈനോഡെർമേറ്റയുടെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ്. കാരണം ഏകദേശം 2000-ഓളം സ്പീഷീസ് ഇതിനകത്തുണ്ട്. അതൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന 2000-ഓളം സ്പീഷീസ് ഈ ഒഫിറോയിഡ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുണ്ട്. ഇവർക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു സെൻട്രൽ, അവരുടെ ബോഡി നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ഓർഗാനിസമാണ്, ചെറിയ ആനിമൽസ് ആണ്. എന്നാൽ അവർക്കൊരു സെൻട്രൽ ഡിസ്ക് ഉണ്ട്. ഒരു 1 മുതൽ 3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സെൻട്രൽ ഡിസ്ക്. ആ സെൻട്രൽ ഡിസ്കിൽ നിന്ന് 5 ലോങ് സ്ലെൻഡർ ആംസ് അറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലൊക്കെ തന്നെ മറ്റ് ക്ലാസ്സിനൊക്കെ വെച്ച് നോക്കുമ്പം ഇതിനകത്തുള്ള സ്പീഷീസ് അവരുടെ ആംസ് ഉപയോഗിച്ച് ഇച്ചിരൂടെ റാപ്പിഡ്ലി മൂവ് ചെയ്യാൻ, റിഗിൾ ചെയ്യാനൊക്കെ ഇവർക്ക് പറ്റും ഈ ഒരു ക്ലാസ്സിലുള്ള ഓർഗാനിസത്തിന്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇവർ പോപ്പുലർലി അറിയപ്പെടുന്നത് ബാസ്ക്കറ്റ് സ്റ്റാർസ്, ബ്രിട്ടിൽ സ്റ്റാർസ്, സർപ്പൻ സ്റ്റാർസ്, ഇതിൻ്റെയൊക്കെ പേരിലാണ്. ഇതിനൊക്കെ ഇങ്ങനെ പേര് വരാൻ കാരണമുണ്ട്. ഈ ബാസ്ക്കറ്റ് സ്റ്റാർസ് അവർക്ക് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആംസ് ആണുള്ളത്. ബ്രിട്ടിൽ സ്റ്റാർസിനോ അവർ ഭയങ്കര ഫ്രജൈലാണ്, അതുകൊണ്ടാണ് ബ്രിട്ടിൽ സ്റ്റാർസ് എന്ന പേര് വന്നത്. പിന്നെ ഫ്രജൈൽ ഈസിലി ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ആംസ് ഉണ്ട്. അത് ആംസ് ആയതുകൊണ്ടാണ് ബ്രിട്ടിൽ സ്റ്റാർസ് എന്ന പേര് വന്നത്. ബ്രിട്ടിൽ ആ ഒരു വേർഡ് അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സർപ്പൻ സ്റ്റാർസ് അവർക്ക് സർപ്പൻറ്റൈൻ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. അവർ ആംസ് ഉപയോഗിച്ച് അവർ സർപ്പൻറ്റൈൻ മൂവ്മെന്റ് ആണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സർപ്പൻ സ്റ്റാർസ് എന്ന പേര് വന്നത്. ഈ സർപ്പൻറ്റൈൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേക്ക് ഒക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് സർപ്പൻറ്റൈൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് ഒഫിറോയിഡയുടെ ആ ഒരു വേർഡിൻ്റെ അർത്ഥം തന്നെ ഗ്രീക്ക് ഒറിജിൻ കേട്ടോ. ആ വേർഡ് ഒഫിസ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്, ഒറ മീൻസ് ടെയിൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് മൂവ്മെൻ്റ് ഒക്കെ ഇത് കാണിക്കുന്നതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് ഇങ്ങനെ ഒരു പേര് തന്നെ വന്നത്. ഗ്രീക്ക് ഒറിജിൻ ആണ് ഒഫിറോയിഡ എന്ന് പറയുന്ന വേർഡിനുള്ളത്. ഒഫിസ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്, ഒറ എന്ന് പറഞ്ഞാൽ ടെയില്, ഇഡോസ് ഫോം ക്യാരക്ടറൈസ്ഡ് ബൈ. അപ്പം അങ്ങനെ ഈവൻ അതിൻ്റെ പേരുമായിട്ട് പോലും ഇത് റിലേറ്റഡ് ആണ്. പിന്നെ ആംബുലാക്രൽ ഗ്രൂപ്പ്സ് ഇതിനില്ല. ഈ ഒഫിറോയിഡ എന്ന് പറയുന്ന ക്ലാസ്സിന് ആംബുലാക്രൽ ഗ്രൂപ്പ്സ് ഇല്ല. ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ അല്ലേ, എന്താ ആംബുലാക്രൽ ഗ്രൂപ്പ്സ് എന്ന് ഓറൽ സർഫസിൽ കാണുന്നത്. എന്തായാലും അത് ഇതിനില്ല. ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആംബുലയും സക്കേഴ്സും ഒന്നും ഇല്ലാത്ത ഒരു ട്യൂബ് ഫീറ്റ് ആണ്. അവർക്ക് ലോക്കോമോട്ടറി ഫങ്ഷൻ ഒന്നും ഇല്ല ട്യൂബ് ഫീറ്റിന്. ജസ്റ്റ് ഒരു ടാക്ടൈൽ ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ ക്ലാസ് ഒഫിറോയിഡയിൽ വരുന്ന ഓർഗാനിസത്തിന് പാപ്പുലെ, പെഡിസിലേറിയ ഇതൊന്നും ഇല്ല കേട്ടോ. എന്തായിരുന്നു ഈ പാപ്പുലെ, പെഡിസിലേറിയ ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ് ആസ്ട്രോയിഡിയ പഠിച്ചതാ. പാപ്പുലെ ഓർക്കുന്നുണ്ടോ? ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേഷനൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ. പിന്നെ എന്തായിരുന്നു പെഡിസിലേറിയ? ആ സ്മോൾ ജോ ലൈക്ക് അപ്പൻഡേജ് നമ്മുടെ ബോഡി സർഫസിൽ കാണുന്ന എന്തായിരുന്നു അതിൻ്റെ ഫങ്ഷൻ? വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ബോഡി സർഫസിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ, അതിനൊക്കെ മാറ്റാനൊക്കെ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ, ജോ ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു പെഡിസിലേറിയ. ഇതൊക്കെ നമ്മൾ ക്ലാസ് ആസ്ട്രോയിഡിയ പഠിച്ചതാ. ഈ സാധനങ്ങളൊന്നും ഒഫിറോയിഡയിലില്ല. പെഡിസിലേറിയ ഇല്ല, പിന്നെന്താ പാപ്പുലേ ഇല്ല. പാപ്പുലയും പെഡിസിലേറിയ ഇല്ലെങ്കിലും മാട്രിപ്പൊറൈറ്റ് ഉണ്ട്. മാട്രിപ്പൊറൈറ്റ് ഓറൽ സർഫസിലുണ്ട്. എന്തായിരുന്നു ഈ മാട്രിപ്പൊറൈറ്റ്? അതിൻ്റെ ഫംഗ്ഷൻ ഓർക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയില്ലേ. ഇനി നമുക്കിത് പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പം നമുക്ക് അത് ഓർത്തിരിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ഒഫിറോയിഡ എന്ന ക്ലാസ്സിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ സെയിലിയൻ ഫീച്ചേഴ്സ്. ഒന്നാമത്തേത്, അതിനൊരു ഫ്ലാറ്റ് ബോഡി ഉണ്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ല, ഇനിയിപ്പോൾ ഇതൊന്നും മറക്കരുത്. ഒരു തിൻ ഡിസ്ക്, അതിൽ നിന്ന് വരുന്ന 5 ആംസ്, അത് സ്ലെൻഡർ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു 5 ആംസ് ഉണ്ട്. ഇതൊന്നും ഇനി നിങ്ങൾ മറക്കല്ല. ഇത് ഒന്നാമത്തെ അതിൻ്റെ സെയിലിയൻ ഫീച്ചറാണ്. പിന്നെ രണ്ടാമത്തേത് അതിൻ്റെ ആംസിനെ പറ്റി. ആംസ് ഉണ്ടായിരിക്കുന്ന ഒരു സീരീസ് ഓഫ് സെഗ്മെൻറ്റ് ലൈക്ക് സെക്ഷൻസ്, അങ്ങനെ ഒരു രീതിയിലാണ് ആംസ്. പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലേ. പിന്നെ അതിന് നേരത്തെ പറഞ്ഞ പോലെ ആംബുലാക്രൽ ഗ്രൂപ്പ്സ്, പെഡിസിലേറിയ, ഡെർമൽ ബ്രാങ്കിയ അല്ലെങ്കിൽ പാപ്പുലെ അത് ആബ്സെൻ്റ് ആണ്. പിന്നെ 2 ഫീറ്റിൽ ആംബുലെ, സക്കേഴ്സ് ഒന്നും ഇല്ല. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ.
ആംബുലാക്രൽ ഗ്രൂവ്സ്, പെഡിസിലേറിയ, പാപ്പുല ഇല്ല. 2 ഫീറ്റിനകത്താണെങ്കിൽ ആംബുലേ സക്കേഴ്സും ഇല്ല. കട്ടെന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് സാക്കാണ്, ഒരു സാക്ക് ലൈക്ക് ആയിട്ട് അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. അതിന് ഇൻഡസ്റ്റൈനും ഇല്ല, ഏനസും ഒന്നുമില്ല. മാഡ്രിപ്പൊറൈറ്റ് പ്രസൻ്റ് ആണ് ഓറൽ സർഫസിൽ. എന്തായിരുന്നു മാഡ്രിപ്പൊറൈറ്റ്? വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ്. പിന്നെ ഒഫ്യൂറോയിഡ്സ് സ്കാവഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റർ ഫീഡേഴ്സ് ആണ്. അവർ ഡെഡ് ആൻഡ് ഡിക്കിങ് ഓർഗാനിസത്തെയാണ് ഫീഡ് ചെയ്യുന്നത്. ഒഫ്യൂറോയിഡ്സിൻ്റെ സെക്സസ് സെപ്പറേറ്റ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആണ്, അതായത് അതിന് ലാർവൽ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ലാർവയുടെ പേരാണ് ഒഫിയോപ്ലൂട്ടിയസ്. ഒഫ്യൂറോയിഡ്സ് എന്ന് പറയുന്നത് അവർ ഓട്ടോട്ടോമി എക്സിബിറ്റ് ചെയ്യുന്നവരാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ആരെങ്കിലും ഒരു പ്രിഡേറ്റർ സീസ് ചെയ്യാനൊക്കെ വന്നാൽ അവർ 1-2 ആംസ് കാസ്റ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ പ്രിഡേറ്റേഴ്സ് എങ്ങനെ കാസ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ശ്രദ്ധ ആ ഒരു ടൈം മാറുമ്പോഴത്തേക്കും അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഈ ലോസ്റ്റ് പോർഷൻ പിന്നീട് അവർ റീജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഓട്ടോട്ടോമി എന്ന് പറയുന്നത്. എല്ലാ ഒഫ്യൂറോയിഡ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അതിന് പറയുന്നത് ഫിസിപാരിറ്റി എന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് അതിൻ്റെ സെൻട്രൽ ഡിസ്ക് ഡിവൈഡ് ചെയ്ത് ആണ് ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസിലും ഒഫ്യൂറോയിഡ്സ് സെക്ഷുവലാണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. പിന്നെ 5 പെയർസ് ഓഫ് ബെർസ ഉണ്ട്. ഈ മച്വർ ഗമേറ്റ്സ് ഡിസ്ചാർജ് ചെയ്യുന്നത് ബെർസയിലോട്ടാണ്. ബെർസ 5 പെയറുണ്ട്, ഓരോ ആമിലും ഓരോ ബെർസ വെച്ചുണ്ട്. ഒഫ്യൂറോയിഡ്സിൻ്റെ ജെനൈറ്റൽ സ്ലിറ്റ്സ് കാണുന്നത് അവരുടെ ആംസിൻ്റെ ബേസിലായിട്ടാണ്. ആ ഭാഗത്തു കൂടെയാണ് ഈ ബേഴ്സ ഓപ്പൺ ആകുന്നത്. 5 പെയർസ് ഓഫ് ബേഴ്സ 5 ആംസിലായിട്ടുണ്ട്. അത് ഓപ്പൺ ആകുന്നത് ഈ ബേസ് ആംസിൻ്റെ ബേസിലുള്ള ആ സ്ലിറ്റ്സിൽ, ജെനൈറ്റൽ സ്ലിറ്റ്സ് കൂടെ ആണ് ഓറൽ സർഫസിലോട്ട് ഓപ്പൺ ആകുന്നത്. ചില സ്പീഷീസിൽ ഈ ബേഴ്സ ബ്രൂഡ് പൗച്ചസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എഗ് ഡെവലപ്പ് ചെയ്യുന്ന ഇതിനകത്തായിരിക്കും. ഇതിന് ഡെവലപ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ലാർവൽ സ്റ്റേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഒഫിയോപ്ലൂട്ടിയസ് എന്നാണ് ഈ ലാർവയുടെ ഇതിൻ്റെ ലാർവ സ്റ്റേജിൻ്റെ പേര്. ഈ ക്ലാസ് ഒഫ്യൂറിഡയ്ക്കകത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒഫിയോത്രിക്സ്, ഒഫിയോകോമ, ഒഫിയോഡെർമ, ഒഫിയോലെപ്പിസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഒഫിയോത്രിക്സ്, ബ്രിട്ടിൽ സ്റ്റാർസിനെ കുറിച്ച്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒഫിയോത്രിക്സ് കോമൺലി അറിയപ്പെടുന്നത് ബ്രിട്ടിൽ സ്റ്റാർസ് എന്നൊക്കെയാണ്. പിന്നെ ഇത് കാണപ്പെടുന്നത് ക്രിവിസസ് അല്ലെങ്കിൽ സ്റ്റോൺസിൻ്റെ ഒക്കെ അടിയിൽ, വീഡ്സിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ടൊക്കെയാണ് ഒഫിയോത്രിക്സ് കാണുന്നത്. എപ്പോഴും ഷോറിനടുത്തായിട്ടായിരിക്കും ഒഫിയോത്രിക്സ് കാണുന്നത്. ഇനി അത് ഷോറിനടുത്തല്ലെങ്കിൽ കുറച്ച് ഓഫ് ഷോർ ആയിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ അത് കൂട്ടം കൂടി ഡെൻസ് അഗ്രിഗേഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവരുടെ ബോഡി കളറ് ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും. പിന്നെ ചെറിയ തോതിൽ റെഡ് പർപ്പിൾ കളറിൻ്റെ ഒക്കെ ടിഞ്ചസ് അവിടെ ഇവിടെ ഒക്കെ കാണാം. പിന്നെ ഈ ആനിമൽസ് നൊക്ടേണലാണ്, രാത്രിയിലാണ് അവർ ആക്റ്റീവ് ആകുന്നത്. ഇവരുടെ ആംസ് സെറേറ്റഡ് സ്പൈൻസ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ മുള്ളു പോലെ, ഇത് നമ്മൾ നേരത്തെയും കാണാറുണ്ട്. ആംസ് സെറേറ്റഡ് സ്പൈൻസ് വെച്ച് കവർ ചെയ്ത് കിടക്കുമായിരിക്കും. പിന്നെ ഡിസ്ക്, നടുക്കുള്ള ഡിസ്ക് ഒരു പെൻറ്റഗണൽ, ഏകദേശം ഒരു പെൻറ്റഗണൽ ഷേപ്പിലൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ 2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആ ഒരു റേഞ്ചിലാണ് നടുക്കുള്ള സെൻട്രൽ ഡിസ്ക് കാണുന്നത്. ഇവരുടെ ആംസിൽ കാണുന്ന ആ സ്പൈൻസ് ഇല്ലേ, അതെന്ന് പറയുന്നത് ആമിൻ്റെ വിട്ടിനേക്കാളും 2 times ലോങ്ങർ, അത്രയും നീളമുള്ള സ്പൈൻസ് ആയിരിക്കും ഇവരുടെ ദേഹത്ത് കാണുന്നത്, ആംസിലൊക്കെ കാണുന്നത്. ഇവർ പൊതുവേ സോളിറ്ററി, ഒറ്റയ്ക്കൊക്കെ കാണുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നൊക്ടേണൽ ആനിമലാണ്. ഇവർ കൂടുതലും കാണപ്പെടുന്ന അറ്റ്ലാന്റിക് കോസ്റ്റ്, ആ സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ, അവിടെയൊക്കെയാണ് ഈ ബ്രിട്ടിൽ സ്റ്റാർസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവരുടെ ആംസ് സാധാരണ ലോക്കോമോഷൻ ആൻഡ് ഫീഡിങ്ങിനാണ് അവർ യൂസ് ചെയ്യുന്നത്, ഫിൽറ്റർ ഫീഡിങ്. അതിനൊക്കെയാണ് അവർ ആംസ് യൂസ് ചെയ്യുന്നത്. ആംസ് ജോയിൻറ്റഡ് ആയിരിക്കും, ഫ്ലെക്സിബിൾ, ബ്രിട്ടിൽ, ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ആംസ് ആണ്. ആംസ് കാൽക്കേരിയസ് പ്ലേറ്റ്സ് വെച്ചിട്ട് കവേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ ആംസിൽ കാണുന്ന ആ സ്പൈൻസ് ഇല്ലേ, അത് എല്ലാ സൈഡ്സിലും കാണാം. ഇവരുടെ ഓറൽ സൈഡിൽ മൗത്തും മാട്രിപ്പൊറൈറ്റും ഒക്കെ ഉണ്ട്. മാട്രിപ്പൊറൈറ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. മൗത്തും മാട്രിപ്പൊറൈറ്റും ഒക്കെ ഉണ്ട്. ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത് മ്യൂക്കസ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ആംസിൻ്റെ ഇടയ്ക്ക് അവർ ത്രെഡ് പോലെ ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് ത്രെഡ് പോലെ വെക്കും. അപ്പോൾ അതിലോട്ട് അടിയുന്ന അല്ലെങ്കിൽ ട്രാപ്പ് ആകുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഡീക്കേയിങ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ഡെട്രിറ്റസ് ആയിട്ടുള്ള മാറ്ററൊക്കെ അതിനിടയ്ക്ക് ട്രാപ്പായിട്ട് അതാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അവർ 2 feet ഉപയോഗിച്ച് ഈ ട്രാപ്ഡ് ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെയും ഡെട്രിറ്റസ്, ഡീക്കേയിങ് മാറ്റർ, ആ ഒരു ഡീക്കേയിങ് മാറ്ററിനൊക്കെ അവർ 2 feet ഉപയോഗിച്ച് ഈ ഫുഡ് മൗത്തിലേക്ക്, സെൻട്രൽ ഡിസ്കിലുള്ള മൗത്തിലേക്ക് എത്തിക്കും. അവർക്ക് ഏനസ്, ആംബുലാക്രൽ ഗ്രൂവ്സ്, ഡെർമൽ ബ്രാങ്കി അല്ലെങ്കിൽ പാപ്പുലെ, പെഡിസിലേറിയ ഇതൊക്കെ ആബ്സെൻ്റ് ആണ്. ഇതൊന്നും അവർക്കില്ല. അവരുടെ മൗത്തിൽ
മൂവബിൾ ആയിട്ടുള്ള 5 കാൽക്കേരിയസ് പ്ലേറ്റ്സ് ഉണ്ട്. ഇതാണ് അവർ ജോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവർക്ക് 5 ആം ഉണ്ടല്ലോ, ഈ 5 ആമിൻ്റെ ബേസിലും ഓറൽ സൈഡിലായിട്ട് ഒരു പെയർ ഓഫ് സ്ലിറ്റ്സ് ഉണ്ട്. ആ സ്ലിറ്റ്സിൻ്റെ പേരാണ് ബെർസൽ സ്ലിറ്റ്സ്. ഓരോ സ്ലിറ്റ്സും ഓരോ പൗച്ചിലേക്ക് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ആ പൗച്ചിൻ്റെ പേരാണ് ജെനൈറ്റൽ ബേഴ്സ. ഗോണോഡക്സ് ഓപ്പൺ ആകുന്നത് ഈ ജെനൈറ്റൽ ബേഴ്സയിലേക്കാണ്. മച്ചുവർ സെക്സ് സെൽസും നൈട്രോജനസ് വേസ്റ്റും ഒക്കെ വെളിയിലോട്ട് പോകുന്നത് ഈ ബേഴ്സൽ സ്ലിറ്റ്സിൽ കൂടെയാണ്. ഇത് കൂടാതെ ജെനൈറ്റൽ ബേഴ്സ ഒരു റെസ്പിറേറ്ററി സർഫസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ നമ്മൾ ജെനൈറ്റൽ ബേഴ്സ മെയിൻലി പറയുന്നത് ജെനൈറ്റോ റെസ്പിറേറ്ററി പൗച്ച് എന്ന. കാരണം ഇതിന് 2 ഫംഗ്ഷൻ ഇത് ചെയ്യുന്നുണ്ട്. ഇനി ആംസിന്റെ ലോവർ സൈഡിലായിട്ട് ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന്റെ പേരാണ് പോഡിയൽ പോസ്. ഈ പോഡിയൽ പോസിൽ കൂടെയാണ് ട്യൂബ് ഫീറ്റ് പ്രൊട്രൂഡ് ചെയ്ത് വെളിയിലോട്ട് വരുന്നത്. ഒഫിയോത്രിക്സിന്റെ ട്യൂബ് ഫീറ്റ് എടുക്കുവാണെങ്കിൽ അതിന് ആംബുല, സക്കർ അതൊന്നുമില്ല. ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ട്യൂബ് ഫീറ്റ് ആണ് ഒഫിയോത്രിക്സിനുള്ളത്. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. സീക്കയും ഇൻഡസ്റ്റൈനും ഏനസും ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഒഫിയോത്രിക്സിനുള്ളത്. പക്ഷേ സ്റ്റൊമക്ക് കുറച്ചുകൂടെ ലാർജ് ആണ്. അതായത് നമ്മുടെ ആ സെൻട്രൽ ഡിസ്കിന് ആ ഒരു ഭാഗം, ആ ഡിസ്കിൻ്റെ ആ ഇൻറ്റീരിയർ മൊത്തം ഈ സ്റ്റൊമക്ക് കവർ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്ക് കമ്പാരിറ്റീവ്ലി ലാർജ് ആയിട്ടുള്ള ഒരു നോൺ ഗ്ലാൻഡുലാർ സാക്കാണ്. ഒഫിയോത്രിക്സിൻ്റെ ഫീഡിങ് ഹാബിറ്റ് നോക്കുവാണെങ്കിൽ അതൊരു മഡ് ഫീഡറാണ്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, മ്യൂക്കസ് ത്രെഡ് വെച്ചിട്ട് അവർ ഓർഗാൻസെ ട്രാപ്പ് ചെയ്ത് കഴിക്കുന്നത്, ഡീക്കേയിങ് മാറ്ററിനെയും പിന്നെ ഫൈറ്റോ പ്ലാങ്ക്ടനെയും ഒക്കെ ട്രാപ്പ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു മെക്കാനിസം നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ ഇവർ ഒരു മഡ് ഫീഡറാണ് ഒഫിയോത്രിക്സ്. പിന്നെ അവരുടെ സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. ഗോണാഡ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സീലോമിക് സാക്സ് ആണ്. അത് 5 പേരുണ്ട് ഗോണാഡ്സ്. ഒഫിയോത്രിക്സിൻ്റെ ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും ഒക്കെ എക്സ്റ്റേണൽ ആണ്. അതായത് സീ വാട്ടറിലാണ് ഇതിൻ്റെ ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അതിന് ലാർവൽ സ്റ്റേജ് ഉണ്ട്. ആ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ലാർവയുടെ പേരാണ് ഒഫയോപ്ലൂട്ടിയസ് ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലാർവേ. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് അഡൽട്ട് ഫോമിലേക്കല്ല, ലാർവൽ സ്റ്റേജ് ഒക്കെ കടന്നു പോയാണ് അത് അഡൽട്ടായിട്ട് മാറുന്നത്. ഇവിടെ സ്ലൈഡിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ 2 ഇമേജസ് ഇട്ടിട്ടില്ലേ, അത് കണ്ടോ? അതാണ് ഒഫയോപ്ലൂട്ടിയസ് കണ്ടോ? അത് ബൈലാറ്ററലി സിമിട്രിക്കൽ ആണ്. പക്ഷേ അതിൻ്റെ അഡൽട്ട് ഒഫിയോത്രിക്സ് ആകുമ്പോഴത്തേക്കും അത് എന്തോ റേഡിയൽ സിമിട്രി ആവും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ചെറുത് ലാർവൽ സ്റ്റേജ് ബൈലാറ്ററൽ സിമിട്രി ആണ്. പക്ഷേ വലുതായിട്ട് അഡൽട്ട് ഫോമിലോട്ട് മാറുമ്പോഴത്തേക്കും അത് റേഡിയൽ സിമിട്രി ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്ലാസ് തീർത്തു. ക്ലാസ് ഒഫയോറോയിഡ. അതിനകത്ത് വരുന്ന എക്സാമ്പിളായിട്ടുള്ള ഒരു ഓർഗാനിസം ഒഫയോത്രിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 ക്ലാസ് തീർത്തു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് 2 ക്ലാസ് തീർക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്കൈനോയിഡയെ കുറിച്ച് പഠിക്കും. അതിനകത്ത് വരുന്ന ഓർഗാനിസമാണ് എക്കൈനസ്. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഹോളോത്രോയിഡയെ കുറിച്ച് പഠിക്കും. അതിനകത്ത് വരുന്ന ഓർഗാനിസമാണ് കുക്കുമേറിയ.